ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു മുളക് കറി കൊണ്ടാണ് വന്നിട്ടുള്ളത്. മീൻ മുളിട്ടത്, അതായത് മത്തി. അപ്പോൾ നല്ല നാടൻ മത്തി കിട്ടുന്ന സമയമാണിപ്പോൾ. നല്ല നെയ്യും പനിഞ്ഞൊക്കെ ഉള്ള നല്ല നാടൻ മത്തിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ലേശം പുളിവെള്ളം എടുക്കുക. അതിലേക്ക് ഒരു സവാളയുടെ പകുതി, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇതെല്ലാം അരിഞ്ഞത് ഈ പുളിവെള്ളത്തിലിട്ട് നല്ലോണം കൈകൊണ്ട് ഞരടി നല്ല യോജിപ്പിക്കുക. അതിന് ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ഇടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് നല്ലോണം കശക്കി ഞെരിച്ച് അതിനെ ഒരുവിധം പാകാക്കണം, ഉടച്ചെടുക്കണം. എന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിടാം. അതിനുശേഷം നമുക്ക് പൊടികളിടാം. 1 സ്പൂൺ മുളകും പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി ചാറൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ടെടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഒന്നും വഴറ്റിയിട്ടൊന്നല്ല വെക്കുന്നത്, നിങ്ങൾ കണ്ടതല്ല, അതായത് ഇതേപോലെ പച്ചയിലാണ് ഇടുന്നത്. അപ്പോൾ ഇനി ഇത് തിളച്ച് മീൻ വെന്തതിന് ശേഷം നമുക്കത് വാങ്ങി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ എന്നല്ല, എന്തായാലും മസ്റ്റായിട്ട് ഒഴിക്കണം, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആവശ്യത്തിന് കറിവേപ്പിലും കുറച്ച് മല്ലിച്ചപ്പും വേണമെങ്കിൽ ഇടാം. അത് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. അപ്പം നിങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. കണ്ടില്ല, നല്ല കുറുകിയ നല്ല ടേസ്റ്റോടു കൂടിയുള്ള മീൻ കറി, മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ.